ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 3 ഫേസ് ഡി ബി അതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. ഈ 3 ഫേസ് ഡി ബി സെലക്റ്റഡ് ടൈപ്പാണ്. അതായത് നമുക്ക് ഏത് ഫേസ് വേണമെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാം. ഒരു ഫേസ് പോയാലും അടുത്ത ഫേസ് നമുക്ക് സെലക്ട് ചെയ്യാതിരിക്കുന്ന രീതിയിൽ ഫേസ് സെലക്ടർ ഉള്ള ടൈപ്പാണ് നമ്മൾ ഡി ബി കൊടുത്തിരിക്കുന്നത്. ഇനി ആദ്യമേ തന്നെ സപ്ലൈകൾ കാര്യങ്ങൾ നോക്കുക. ഏറ്റവും ആദ്യം നമ്മുടെ മീറ്റർ ബോക്സിൽ നിന്നും KCB ലൈനിൽ വരുന്ന മീറ്റർ ബോക്സിൽ നിന്നും, അതായത് നേരെ പോസ്റ്റിൽ നിന്ന് നേരെ KCBയുടെ മീറ്ററിലേക്ക് വരും. ആ മീറ്റർ ബോക്സിൽ നേരെ വരുന്നത് ഐസൊലേറ്ററിലേക്കാണ് ഫസ്റ്റ് വരുന്നത്. 3 ഫേസ് അതായത് RYB എന്ന് പറയുന്നത് 3 ഫേസാണ് വരുന്നത്. പിന്നെ ഒരു ന്യൂട്രൽ, അങ്ങനെ 3 ഫേസ് സെക്ഷനിൽ 3. ഇനി ഐസൊലേറ്ററിൻ്റെ ഔട്ട് വരുന്നത് നേരെ ഉണ്ടാവും. 3 ഫേസ് വരുന്നുണ്ട്. അത് നേരെ വന്നതിന് ശേഷം ELCB അല്ലെങ്കിൽ RCCBയുടെ ഇന്നിലേക്കാണ് വരുന്നത്. 3 ഫേസും ഒരു ന്യൂട്രലും കൂടിയിട്ടാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഔട്ട് കണ്ടോ, ഔട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് RCCBയുടെ ഔട്ടാണ് നമുക്ക് കറക്റ്റ് പ്രൊട്ടക്ഷൻ വരുന്ന സർക്യൂട്ട്. നേരെ RYB എന്ന് പറയുന്ന ആ വയറിൽ തന്നെ അത് കറക്റ്റ് കളർ കോഡിങ് ഉണ്ട്. അത് നേരെ പോകുന്ന സെലക്ടറിലേക്കാണ്. അതിൻ്റെ ന്യൂട്രൽ ഔട്ട് വന്നത് നേരെ വന്നിട്ട് എല്ലാ ന്യൂട്രലുകളും ലിങ്ക് ചെയ്യുന്ന ലിങ്ക് ബാറിലേക്കാണ് ന്യൂട്രൽ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നുമാണ്, ആ ലിങ്ക് ബാറിൽ നിന്നാണ് കംപ്ലീറ്റ് ന്യൂട്രൽ, വീടിൻ്റെ മൊത്തം ന്യൂട്രൽ കംപ്ലീറ്റ് അതിൽ നിന്ന് പോകുന്നത്. അതുപോലെ തന്നെ 3 ഫേസ് നമ്മൾ ഈ പറഞ്ഞ 3 സെലക്ടറിലേക്കാണ് വന്നിരിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ 3 ഫേസും 3 സെലക്ടറിലേക്ക് വരുന്നത് നമുക്ക് ഏത് ഫേസ് വേണമെങ്കിലും ഏത് സെലക്ടറിൽ നിന്നും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ R എന്ന് പറയുന്ന ഫേസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് MCBയുടെ സെക്ഷൻ, Y എന്ന് പറയുന്ന MCBയുടെ സെക്ഷൻ, B എന്ന് പറയുന്ന സെക്ഷന് വേണ്ടിയിട്ട്, അങ്ങനെ 3 സെക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. 6 MCB വെച്ചിട്ടാണ് ഓരോ ഫേസിനും നമ്മളോട് കൊടുത്തിരിക്കുന്നത്. ഓരോ ഫേസിൻ്റെ സെക്ഷന് വേണ്ടിയിട്ട് 6 MCB. അപ്പോൾ 3 ഫേസ് ആകുമ്പോൾ 18 MCB വരാവുന്ന രീതിയിലാണ് നമ്മുടെ DB സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 6 വേ DB എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ഒറ്റ ലെയറിൽ തന്നെ നമുക്ക് ഒറ്റ ഫേസിൽ 6 MCB വയ്ക്കാൻ പറ്റുന്ന 6 വേ എന്നാണ് പറയുന്നത്. അത് നമുക്ക് 8 വേ വരാറുണ്ട്. 8 വേ ആവുന്ന സമയത്ത് 3 ഫേസ് ആകുമ്പോൾ 24 MCBക്ക് കൊടുക്കുക. അതായത് ഉദ്ദേശിക്കുന്നത് 24 സർക്യൂട്ട്സ് മാക്സിമം അല്ലെങ്കിൽ സിമ്പിൾ നോർമലി നമുക്ക് കൊടുക്കാം. അത് നമുക്ക് എത്ര വേണമെങ്കിലും മാറ്റി അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നോർമലി വരുന്നത് 8 വേ എന്ന് പറയുന്ന സമയത്ത് 24 MCB, അതുപോലെ തന്നെ 6 വേ എന്ന് പറയുന്ന സമയത്ത് 18 MCB. അപ്പോൾ ഇനി വരുന്ന സെക്ഷനുകളെല്ലാം തന്നെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത് ഓരോ സെക്ഷനിലേക്ക് വരുന്ന ആംബിയർ അനുസരിച്ചിട്ടാണ് സെലക്ട് ചെയ്തെടുക്കുന്നത്. അതായത് നമുക്ക് മോട്ടറിൻ്റെ സെക്ഷൻ 1 ആംബിയർ, പവറിൻ്റെ സെക്ഷൻ 1 ആംബിയർ, പവർ പ്ലഗുകൾ 1 ആംബിയർ, പിന്നെ അതുപോലെ ഇൻവെർട്ടർ സെക്ഷന് വേണ്ടിയിട്ട് 1 ആംബിയർ, അതിന് വേണ്ടിയിട്ടുള്ള MCBകൾ നമ്മൾ ഏതാണോ MCBകൾ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. പവർ വരുന്ന MCBകൾ നമ്മൾ 16 to 20 വരെയൊക്കെ മാക്സിമം ആംബിയർ കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ AC സെപ്പറേറ്റ് MCB നമ്മൾ കൊടുക്കാറുണ്ട്. 22, അതായത് 16ഉം 20ഉം ഒക്കെ നമ്മൾ ആംബിയർ കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നോർമൽ സർക്യൂട്ട്സുകളൊക്കെ 10 ആംബിയറിൻ്റെ മാക്സിമം സർക്യൂട്ട്സുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ ഏറ്റവും താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു, 6 ആംബിയർ, 3 ആംബിയർ, 4 ആംബിയറിൻ്റെ MCB നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചെറുതായിട്ട് ആംബിയർ കൂടുതലെടുക്കുന്ന സമയത്ത് എപ്പോഴും DB ട്രിപ്പ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം ആംബിയർ, ഒരു 10 ആംബിയർ വരെയൊക്കെ നമുക്ക് നോർമൽ മിനിമം ലെവലിൽ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കംപ്ലൈൻറ്റ്സ് മാക്സിമം കുറയും. എന്നാൽ ആവശ്യത്തിന് ആംബിയർ എടുക്കും. അതുമാത്രമല്ല, എന്തെങ്കിലും ലീക്കേജ് കറണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ RCCB ഉള്ളതുകൊണ്ട് ഡയറക്റ്റായിട്ട് ട്രിപ്പ് ആയിക്കൊള്ളുകയും ചെയ്യും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്. തീർച്ചയായിട്ടും ലൈക്ക് കൂടി ചെയ്തേക്കാം. അതുമാത്രമല്ല, ഇതുപോലെ ഇൻഫർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുന്നത് തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.